നോക്ക് ബാവല്ലേ ഇത് പണ്ടത്തെ ജയിൽ പോലെ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ആൻഡ് വ്ളോഗ്. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ചെറിയ പിക്നിക്ക്. നാട്ടിൽ നിന്ന് ഉടുപ്പി സൈഡ്, ഉടുപ്പിയിൽ ഒരു ചങ്ങായിൻ്റെ ഫാക്ടറിക്കും പിന്നെ മൽപ്പെ ബീച്ചിൽ ഇപ്പോൾ പാലെല്ലാം തുടങ്ങിനി. ന്യൂസിലെല്ലാം വന്നിന് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ മൽപ്പെ ബീച്ചിക്കും പിന്നെ ഫാക്ടറിയിലത്തേക്കും അതുപോലെ തന്നെ നമ്മളെ ഉവ്വമേഡിയൻ റിസോർട്ട്, ഈ മൂന്ന് സീൻ ഞാൻ ഇന്ന് കാട്ടുന്നില്ല. മൂന്ന് വകയായിട്ട് വരും. ഓക്കെ ഫ്രണ്ട്സ്, ഇത് 3 വീഡിയോ ഒന്നിൽ തന്നെ കൂട്ടുന്നില്ല, കുറച്ച് ലോങ് ആവും. അതുകൊണ്ട് വേറെ ആയിട്ട് ഞാൻ വിടാം. ഓക്കെ, താങ്ക് യു. കണ്ടിന്യൂ വീഡിയോ. ഞങ്ങൾ 5 പേരാണ് പോകുന്നത്. ഞാൻ, സംസു, ഷഫീർ, മുനീബ്, ഖലീൽ. അങ്ങനെ പോയിക്കൊണ്ടേ ഉണ്ട്. നടുവത്തൊരു ഗ്യാപ്പിൽ നിപ്പിച്ച് അങ്ങനെ ഉടുപ്പി പോകുന്ന റോട്ടിൽ നമുക്കൊരു ഹോട്ടൽ കിട്ടി. ഹോട്ടൽ മഹാലക്ഷ്മി. അവിടെ ചെറുങ്ങനെ ലൈറ്റിലെ ചാവടിക്കാന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഹോട്ടൽ മഹാലക്ഷ്മിയിൽ ഒരു ലൈറ്റ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ചായ കുടിച്ച് നല്ല സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ നല്ല ചായ കിട്ടി. അവിടെ മാത്രം വീഡിയോ എടുക്കാനായിട്ടാണ്. അടിപൊളി ചായ. ചായ കുടിക്കുന്നതും കൂടെ ഇഡ്ഡലി ഉണ്ട്, ആപ്പം ഉണ്ട്. ഞങ്ങൾ നാഷ്ട ഉണ്ടാക്കിയിട്ടില്ല, ജസ്റ്റ് ചായ മാത്രം കുടിച്ചിട്ട് ഇന്ന് ഉടുപ്പിലേക്ക് സുരത്കൽ ടോൾ ഗേറ്റ് കിട്ടി. എല്ലാ ടോൾ ഗേറ്റിനോടെ പൈസ എത്ര നോക്കാം കൊടുത്ത ടോൾ ഗേറ്റ്. ഫസ്റ്റ് ടോൾ ഗേറ്റ് കിട്ടുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇവിടെ കർണാടക വണ്ടിക്ക് K19 ഇല്ല, നമ്മളെ കേരള വണ്ടിക്കല്ലോ 120 റുപ്യ ടോൾ ഫീസ്. എന്ത് മറ്റേ ഫാസ്ടാഗ് ഇല്ലെങ്കിൽ, ഫാസ്ടാഗ് ഉണ്ടെങ്കിൽ 60 റുപ്യ. അങ്ങനെ രണ്ടാമത്തെ ടോൾ ഗേറ്റ് കിട്ടി നമുക്ക്. നവയുഗ ഉടുപ്പി. ഇവിടെ എത്ര രൂപ? 80 റുപ്യ. ഫാസ്ടാഗ് ഇല്ലെങ്കിൽ, ഫാസ്ടാഗ് ഉണ്ടെങ്കിൽ 40 റുപ്യ. കസ്തൂർബ മെഡിക്കൽ കോളേജ് മെയിൻ എൻട്രൻസ് അല്ലേ? ഇതെല്ലാം മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് പെട്ടതല്ലേ ഈ റോഡ്? ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ബസ് സ്റ്റാൻഡ് അല്ലേ? ഇതൊരു ഗേറ്റ്, ഇത് പുതിയ ബിൽഡിംഗ് ഇതായിക്കോണുള്ളത്, പണിയായിക്കോ. ഇതെല്ലാം തന്നെ നല്ല മണിപ്പാൽ തന്നെയാണ്. എത്ര ഗേറ്റ് കിട്ടി എനിക്ക്? കുറേ ഗേറ്റ് കിട്ടി. ഇന്നും ഉണ്ട് ഗേറ്റ്. അവിടെ ഒന്നുണ്ട്, ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടത്. ഇങ്ങനത്തെ തന്നെ അവിടെ കുത്താറിലുണ്ടേ. അങ്ങനെ ഫാക്ടറിക്ക് എത്തി. എന്ത് ഫാക്ടറിയോ? കല്ലിൻ്റെ ഓളോ ബ്ലോക്സ്. അതിൻ്റെ ഫാക്ടറിക്ക് എത്തിയിട്ട് പുറത്തുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണിക്കാൻ ഞാൻ ജസ്റ്റ്. ഫാക്ടറിൻ്റെ സ്റ്റാർട്ടിങ് ഓളോ ബ്ലോക്സ് ആക്കുന്നത് കൂടെ മണ്ണ് സ്റ്റാർട്ട് ചെയ്യും. മണ്ണ് എങ്ങനെയാണെങ്കിൽ ഈ മണ്ണും പിന്നെ ഇതോടെ കാണുന്നു കറുപ്പ് മണ്ണ്, ഇത് രണ്ടിനെ ഇവിടെ മിക്സ് ആക്കുന്നു. മിക്സ് ആക്കിയിട്ട് JCB ഉള്ളൊക്കെ പാസ്സാക്കുന്നു. ഈ JCB ഉള്ളൊക്കെ പാസ്സാക്കും മണ്ണ് ബെൽറ്റ് ത്രൂ ആയിട്ട്. ഞാൻ കാണിക്കുന്നത്
അരമണിക്കൂർ 35 മിനിറ്റ് ഒരു ചുറ്റി പോയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് മനസ്സിലായി അത് സൈസ് ആ വേസ്റ്റ് അതിലൊക്കെ തന്നെ ഇടുന്നല്ലേ ഞാൻ അങ്ങനെ കേട്ടത് തുടങ്ങിയില്ല നമുക്ക് അറിഞ്ഞിട്ടില്ല സ്റ്റോക്ക് ആಗಿದೆ അങ്ങനെ ഏണി കയറിക്കൊണ്ട് പോയിക്കൊണ്ട് വന്നു കളിയില്ലേ ഇല്ല ഞാൻ പോയിക്കോളൂ നിങ്ങൾ അങ്ങനെ ഏണി കയറിട്ട് മീത്ത് ഫുള്ള് സ്റ്റോക്ക് ಎಲ್ಲ ಸ್ಟಾಕ್ ಆಗಿದೆ ಎಷ್ಟು ಕಾಣುന്നിಲ್ಲ ಬೇಡಿ ಬೇಡಿ ಅಂತ ಎಲ್ಲ ಸ್ಟಾಕ್ ಆಗಿರ್ಬೇಕಂದല്ലേ ಹಾಂ അങ്ങനെ ഇവിടെ വെക്കുന്നു गोड़ गियर बॉक्स ഇങ്ങനത്തെ ഓളോ ബ്ലോക്ക് ഒരു 70,000ഓളം അവിടെ മെഷീനിൽ ഇതാക്കിയിട്ട് ഇതുപോലെ ആക്കിയിട്ട് പച്ച സ്റ്റോക്ക് ആക്കിയിട്ട് വെക്കുന്നു എന്നിട്ട് ഒരിക്കലെ തീയിട്ടിട്ട് ഇതിനെ ചൂടാക്കിയിട്ടാകുമ്പോൾ ചൂടാക്കിയിട്ട് ഇത് ഈ ഞാൻ കാട്ടില്ലേ ഗിയർ ബോക്സിൽ ഇത് പോകുന്ന സാധനം ഇതിൽ വെച്ചിട്ട് താഴേക്ക് അയക്കുന്നു താഴെ പച്ച ആയത് വന്നിട്ട് ഇവിടെ സ്റ്റോറേജ് ആണ് അങ്ങനെ ഇപ്പോൾ ചൂടാക്കാനായിട്ടില്ല അല്ലെങ്കിൽ സ്റ്റോക്ക് ആക്കി വെച്ചിട്ട് ഒരിക്കലും തീ ഒരിക്കൽ ഇട്ടങ്ങ് ബാക്ക്
കിടത്താനില്ല അതിന്. അങ്ങനെ ഇത് 3ാമത്തെ ഫ്ലോറിലാണ് ഉള്ളത്. ഇത് ഓടിൻ്റെ മച്ച ഭയങ്കര തണുപ്പ് ഇതിൻ്റെ ഉള്ളിൽ. ഇതിനുള്ളത് തീരുന്ന ಇಲ್ಲಿ ಬೇರೆ ಇಡ್ದಾಗ ಇಟ್ಟು ನಮ್ಮ ಉಳ್ಳಿ ಬಾವಲ್ಲ ಇದು ಪಂಡತ್ತೆ ಜೈಲು ಬಾಲ್ ಉಂಟು. ಪಂಡತ್ತೆ ಜೈಲು ಬಾಲ್ ಉಂಟು ಏಲೇ ಈಗಿನ ಪೊಗ್ಗನ ಜಾಗ ಎಲ್ಲ ಉಂಟಾ? അത് ഇത് വേവുമ്പോ തന്നെ ഇതിൻ്റെ ഉള്ളില ಬೇവുന്ന ആക്കി വെക്കുന്നില്ല കലിയില്ലേ ഇതിൽ തീ വരുന്നു. ഇതിൻ്റെ ഉള്ളിൽ തീ വരുന്നല്ലേ? ഓടെ ചൂടാണ് തട്ടി വെക്കുന്നു. അത് വേവുന്നു. പൊടി അങ്ങനെ ഫാക്ടറി വിസിറ്റ് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ ചൂടാക്കുന്നതെല്ലാം കാണിച്ച് എല്ലായി. പവർ ബ്ലോക്ക് ഇങ്ങനെ ആക്കുന്നതൊന്നും കാണിച്ച്. ഇനിയിപ്പോൾ പോകുന്നത് സലാമിൻ്റെ പെരക്ക് പോയിട്ട് അവിടെ നാസ്റ്റ് ആക്കിയിട്ട് സെക്കൻഡ് വ്ളോഗ് നാളെ വരും ഇൻഷാ അല്ലാഹ്. മറുവന്തെ ബീച്ച് പോകുന്നത്. സലാമിൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നിട്ട് സലാമിൻ്റെ സ്പെഷ്യൽ കടുമ്പും കോയിൻ്റെ കറും സൂപ്പർ. അവർക്ക് തിന്നുന്ന ഗൗജിട്ട് എന്നെ പോയി വിളിക്കുന്ന പോലും ഇല്ല. വന്നിട്ട് തിന്ന് റൊക്കത്ത് വിളമ്പിട്ട് വെച്ച് ഞാൻ